അല്ല നോക്കൂ, ഇത് ബ്രിട്ടാസിന് മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കൈരളി ടി വിക്കും ബ്രിട്ടാസിന് മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്കൊന്നും ക്ലാരിഫൈ ചെയ്യാനില്ല. ഞാൻ പറഞ്ഞത് ഞാൻ പറയട്ടെ ചോദിച്ചല്ലോ. ഞാൻ പറഞ്ഞു CPM-ൻ്റെ ഒരു പഴയൊരു രീതിയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക് എടുത്തിട്ട് ഒരു നറേറ്റീവ് ഉണ്ടാക്കുക. ഇത് ഒരു സാമാന്യ ബുദ്ധിൻ്റെ ഒരു വിഷയമാണ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി കമ്മിയാവുന്നു, അത് നല്ല കാര്യമാണ്. ഏറ്റവും കമ്മിയായുള്ള സ്റ്റേറ്റ് കേരളമാണ്, അതും നല്ല കാര്യമാണ്. പക്ഷേ അത് പറയുമ്പോൾ അത് എന്തുകൊണ്ട് CPM ഇത് പറയുന്നില്ല? ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ ഇവിടെ നിന്നാണ്. ആവറേജ് ലൈഫ് സ്പാൻ, ഇവിടെ താമസിക്കുന്ന ആവറേജ് ലൈഫ് ഏജ് സ്പാൻ ഏറ്റവും കൂടുതൽ കേരളത്തിനാണ്. ആവറേജ് ഏജ് സിറ്റിസൻ്റെ അതും മോർട്ടാലിറ്റി അല്ല, അതും ഇൻഫൻറ്റ് ബർത്തിൽ കോറിലേഷൻ ഉണ്ട്. ഒരു ആവറേജ് ഏജ്, ഒരു സംസ്ഥാനത്തിൻ്റെ ആവറേജ് ഏജ് 60-50 എല്ലാം ആയാൽ അതിൽ ചൈൽഡ് ബർത്തിൻ്റെ ഡയറക്റ്റ് കോറിലേഷനാണ്. ചൈൽഡ് ബർത്തും ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയിൽ കോറിലേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് CPM-ൽ മാത്രം വിദ്വാന്മാരാണെന്ന് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അത് ബ്രിട്ടാസ് ഒരു വിദ്വാനാണെന്ന് ബ്രിട്ടാസ് അത് അങ്ങനെ ആലോചിക്കേണ്ട. ഇതിൽ മൊത്തം സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് കേരളത്തിൻ്റെ സ്റ്റോറി മുമ്പോട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ മറുവശവും പറയാൻ ധൈര്യം ഉണ്ടാവണം, കോൺഫിഡൻസ് ഉണ്ടാവണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ധൈര്യം ഉണ്ടാവണം. ഒരു സ്റ്റാറ്റിസ്റ്റിക് എടുത്തിട്ട് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുന്ന ആ CPM-ൻ്റെ രീതി ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഞങ്ങൾ പൊളിക്കും. അത് ഇന്നുമല്ല, ഇന്നലെയല്ല, നാളെയല്ല, മറ്റന്നാളുമല്ല, ഞങ്ങളത് 100% പൊളിക്കും എന്ന് ഞാൻ കൃത്യമായി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ ഇലക്ഷൻ കാണുന്നത് ഒരു കംപ്ലീറ്റ് ഇൻക്ലൂസീവ് ഇലക്ഷനാണ്. ഞങ്ങളുടെ മാനിഫെസ്റ്റോ മുതൽ കാൻഡിഡേറ്റ്സ് ഞങ്ങളുടെ കാഴ്ചപ്പാടിനെ റിഫ്ലക്റ്റ് ചെയ്യും. അതിൽ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്, മതം നോക്കി കാൻഡിഡേറ്റ്സ്, അത് നിങ്ങളുടെ കൺവെൻഷനിൽ ഞങ്ങളൊരു എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ പോകുന്നു. അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ അത് 100% ഇൻക്ലൂസീവ് ആവും. അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് ആൻസർ തരുന്നില്ല, പക്ഷേ അതൊരു ഇൻക്ലൂസീവ് ആയിട്ടായിരുന്നു ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, ഇലക്ഷൻ സ്ട്രാറ്റജി.